അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുഴലി അബ്ദുള്ള മൗലവി വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. മുജാഹിദുകളുടെ പ്രഭാഷകനാണ് ചുഴലി. എപ്പോഴും വിവാദ വിഷയങ്ങൾ തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങളുമായി വഹാബിസത്തിൻ്റെ ഭീകരതയെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സുന്നികൾ മുസ്ലിമീങ്ങളല്ല എന്നും നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ഹജ്ജ് ചെയ്താലും അവർ മുസ്ലിമീങ്ങളാവുകയില്ല, അവരുടെ പള്ളികൾ അമ്പലങ്ങളോ ചർച്ചുകളോ ആണ് എന്നും ആണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെയാണല്ലോ വഹാബികൾ മക്ബറ തകർക്കുകയും കൊള്ളയടിക്കുകയും സുന്നി ഉലമാക്കളെ വധിക്കുകയും ചെയ്ത ഭീകരമുഖത്തെ മുത്തേടം കാസിമി വെല്ലുവിളിച്ചത്. ഇന്നുവരെ കേരളത്തിലുള്ള വഹാബികൾ അദ്ദേഹത്തിനിക്ക് മറുപടിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. ചുഴലി മാത്രമല്ല, ഇതിൻ്റെ മുമ്പ് ഉമർ മൗലവി പോലും പറഞ്ഞിട്ടുണ്ട്. കെ ഹസൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുകളുടെ വഫാത്തിൻ്റെ വേളയിൽ കത്തെഴുതുകയാണ്. അസ്ലിം തസ്ലം, മുസ്ലിമാകണം, രക്ഷപ്പെടൂ. ഫൈൻ അലൈക ഇസ്മു അത്ബായിക്, പിൻഗാമികളുടെ കുറ്റം നിൻ്റെ മേലിലുണ്ടാകും. അതുകൊണ്ട് മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരൂ, രക്ഷപ്പെടാമെന്ന് ഉമർ മൗലവി പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചുഴലി മൗലവിയോട് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സുന്നികൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞാൽ കേരളക്കരയിലും കർണാടകത്തിലുമുള്ള സുന്നികൾ മാത്രമാണോ മുസ്ലിമീങ്ങളല്ല? അതല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള പല രാഷ്ട്രങ്ങളിലുള്ള സുന്നികളൊക്കെയും മുസ്ലിമീങ്ങളല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? ചോദ്യം 2. മുജാഹിദുകൾ മാത്രമാണ് മുസ്ലിമീങ്ങളെങ്കിൽ ലോകത്ത് മുസ്ലിമീങ്ങളുടെ ശതമാനം എത്രയാണ് എന്ന് വെളിപ്പെടുത്താമോ? ചോദ്യം 3. നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ മുജാഹിദുകളുടെ മാതാപിതാക്കളും സുന്നി ആശയക്കാരായിരുന്നു, അവരൊക്കെയും മുസ്ലിമീങ്ങൾ അല്ലേ? ചോദ്യം 4. ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരായ ഉലമാക്കൾ, സ്വഹാബാക്കൾ ഇസ്തിഹാസ ജായിസാണെന്നും തവസ്സുൽ ജായിസാണെന്നും പറഞ്ഞ ഇസ്തിഹാസ ചെയ്ത ഇമാം സുയൂത്തി, അതുപോലെ തന്നെ ഇബ്നു ഹജർ തങ്ങൾ, ഇമാം നവവി പോലത്തെ മഹാരഥന്മാരായ ഉലമാക്കൾ അവർ മുസ്ലിമീങ്ങൾ അല്ലേ? നമ്പർ 5. സമസ്തയുടെ അഗ്രഗണ്യ പണ്ഡിതന്മാരായി വഫാത്തായി പോയ ഒരക്കൽ മുല്ലക്കോയ തങ്ങൾ, കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തെ മഹാരഥന്മാർ, താജുൽ ഉലമ, ശംസുൽ ഉലമയെ പോലത്തെ മഹാരഥന്മാർ മുസ്ലിമീങ്ങളല്ലേ? ഇന്ന് നമ്പർ 6. ഇന്ന് ജീവിച്ചിരിപ്പുള്ള കെ സമസ്തയുടെയും AP സമസ്തയുടെയും പണ്ഡിതന്മാർ, പണ്ഡിത സഭ മുസ്ലിമീങ്ങൾ അല്ലേ? ജിഫ്രി തങ്ങളും സുൽത്താനുൽ ഉലമയും അടങ്ങുന്ന പണ്ഡിത സഭ മുസ്ലിമീങ്ങളല്ലേ? നമ്പർ 7. മക്കയിൽ 30-35 ലക്ഷം ഓരോ വർഷം ഹജ്ജ് ചെയ്യുന്ന ഹജ്ജാജികൾ ഹജ്ജും കഴിഞ്ഞ് മദീനയിലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള സിയാറത്ത് ചെയ്യുന്ന ആ ഹാജിമാരൊക്കെയും മുസ്ലിമീങ്ങളാണോ അല്ലയോ? നമ്പർ 7. റൗള ഉൾപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഉൾപ്പെട്ട മഖ്ബറ അടങ്ങുന്ന മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി അത് അമ്പലമാണോ ചർച്ചാണോ? പറയാൻ വിഷമമുണ്ട്, എന്നാലും നിങ്ങളെ വാദപ്രകാരം ഞാൻ ചോദിക്കുകയാണ്.
അതുപോലെ തന്നെ മസ്ജിദ് അബ്ബാസ്, അതുപോലെ തന്നെ ബഗ്ദാദ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ചാരത്തുള്ള പള്ളി, ഇതൊക്കെയും പള്ളികളാണോ അല്ല ചർച്ചുകളാണോ അമ്പലങ്ങളാണോ? നമ്പർ 8, തവസ്സുൽ ഇസ്തിഗാസ. മൺമറഞ്ഞുപോയ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, അവരോട് തവസ്സുൽ ചെയ്യുക, ഇസ്തിഗാസ ചെയ്യുക ശിർക്കാണ് എന്നതിനിക്ക് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ? നമ്പർ 10, ഹയാത്തുള്ളവരോട് ഇസ്തിഗാസ പറ്റും, മരിച്ചവരോട് ഇസ്തിഗാസ പറ്റുകയില്ല എന്ന് താരതമ്യപ്പെടുത്തിയതിനിക്ക് ഖുർആൻ ഹദീസ് കൊണ്ട് തെളിയിക്കാമോ? നമ്പർ 12, സുന്നികൾ മുസ്ലിമീങ്ങളല്ലെങ്കിൽ സുന്നികൾ അറുത്ത മാംസം നിങ്ങൾക്ക് ഹലാലാകുമോ? നമ്പർ 13, സുന്നികൾ മുസ്ലിം അല്ല എങ്കിൽ മുജാഹിദുകളായ ആളുകൾ മട്ടൻ സ്റ്റാൾ, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റാൾ പോലത്തെ ഹലാൽ എന്നുള്ള ബോർഡുള്ള പ്രത്യേകം സ്റ്റാളുകൾ തുറക്കാൻ വേണ്ടി നിങ്ങൾ നിയമം പാസ്സാക്കിയിട്ടുണ്ടോ? അത് നിലവിൽ കൊണ്ടുവരുന്നുണ്ടോ? നമ്പർ 13, സുന്നികളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മുജാഹിദുകളുടെ മാതാപിതാക്കൾ സുന്നികളായിരുന്നു. ആ സുന്നികൾ മുസ്ലിം അല്ല എങ്കിൽ അവരുടെ സ്വത്തുക്കൾ അനന്തരമായിട്ട് ലഭിക്കുന്നത് നിങ്ങൾക്കത് ഹലാലാകുമോ? നിങ്ങൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മസ്അല എന്താണ്, വിധി എന്താണ്, അത് നിങ്ങൾക്ക് അനുവദനീയമാണോ? നമ്പർ 14, സുന്നികൾ മുസ്ലിമൽകൾ അല്ല എങ്കിൽ സുന്നികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ, മുജാഹിദുകൾ വഹാബികൾ സുന്നികളായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? നമ്പർ 16, മുജാഹിദുകളായ ആളുകൾ സുന്നി സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിൽ മക്കളുണ്ട്, അതിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ എന്താണ്, വിധികൾ എന്താണ് എന്ന് തെളിയിക്കണം. നമ്പർ 17, സുന്നി പള്ളികളിൽ കമ്മിറ്റിയിലും മറ്റും മെമ്പർമാരായിട്ടുള്ള, അതുപോലെ തന്നെ കമ്മിറ്റികളിലുമുള്ള ആളുകൾ അമ്പലത്തിൻ്റെ മെമ്പറാണോ അല്ല ചർച്ചുകളുടെ മെമ്പറാണോ? നിങ്ങളുടെ ഭാഷയിലാണ് ഞാൻ ചോദിക്കുന്നത്, അത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ രാജിവെക്കാൻ തയ്യാറുണ്ടോ? നമ്പർ 18, സുന്നികളായ ആളുകൾക്ക് മുജാഹിദുകളായ ആളുകൾ സലാം പറയുന്നുണ്ടല്ലോ ഭയങ്കര പിടിവാശിയോടുകൂടെ, എന്നാൽ സലാം പറയുന്നതിൻ്റെ വിധി എന്താണ്? സുന്നികൾ നേരത്തെ ആശയം പറഞ്ഞതാണ്, മുജാഹിദുകൾക്ക് സലാം പറയാൻ പാടില്ല, വഹാബികൾക്ക് സലാം പറയാൻ പാടില്ല, മുമ്പേ തീരുമാനിച്ചതാണ്. എന്നാൽ നിങ്ങൾ സുന്നികൾ മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിച്ചതനുസരിച്ച് സുന്നികൾക്ക് നിങ്ങൾ സലാം പറയുന്നതിൻ്റെ വിധി എന്താണ്? നമ്പർ 19, ഒരുപാട് കാലം മുമ്പ് മുസ്ലിം ഐക്യവേദി എന്ന് നിങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ആ മുസ്ലിം ഐക്യവേദികൾ നിങ്ങളും സുന്നികൾ ചേരണം എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകൾക്ക് കത്തയച്ചിരുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തിരിച്ച് അവർക്ക് കത്തയച്ചത്, ആദ്യമായി സുന്നികൾ മുസ്ലിമാണെന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് കത്തയച്ചപ്പോൾ ഇന്ന് വരെ അതിനിക്ക് മറുപടി തന്നിട്ടില്ല. എന്തുകൊണ്ട്? മറുപടി പറയണം. നമ്പർ 21, മഞ്ചേശ്വരത്ത് സംവാദം നടന്നു. സക്കരിയ സ്വലായും ഷെയ്ഖുന പേരോട് ഉസ്താദും അടങ്ങുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരായി സുന്നി മുജാഹിദ് സംവാദം നടന്നു. അതിൽ പേരോട് ഉസ്താദ് ചോദിച്ചു, ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും തുടങ്ങിയ മഹാരഥന്മാർ അവർ മുശ്രിക്കാണോ കാഫിറാണോ? അതിനേക്ക് സക്കരിയ സ്വലായി മറുപടി പറഞ്ഞത്, ഇസ്തിഗാസ തവസ്സുൽ ശിർക്കാണെന്നേ ഞങ്ങൾ പറയുകയുള്ളൂ, അത് ചെയ്ത ആളുകളെ മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? അക്കമിട്ടുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം.
മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗുരുതരമായ ആരോപണമാണ് നടത്തിയത്. ഇത് നിങ്ങൾ മാത്രമല്ല, ഉമർ മൗലവിയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പല ആളുകളും പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്രയും ഗൗരവത്തിൽ പ്രഖ്യാപിച്ചത് നിങ്ങളാണ്. മുജാഹിദ് പക്ഷത്തിന്റെ ഉള്ളിൽ തന്നെയോ ഒരുപാട് ആരോപണങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നുള്ളത്. നിങ്ങളുടെ അധികാരം തന്നെ തീർക്കാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വഹാബിസത്തിന്റെ ഭീകരമുഖം അതൊക്കെയും മുത്തേടം കാസിമി വെളിപ്പെടുത്തിയത് കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ചരിത്രങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ളാല്ലും മുളില്ലുൻ, വഞ്ചകന്മാരും ഭീകരവാദികളുമാണ് മുത്തേടം കാസിമി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തനി നിറമാണ് നിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ.